ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആദ്യം ബേക്കറിയിൽ പോയി ഓർഡർ ചെയ്ത കേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ തിരിച്ചു വന്നു. ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അവൻ്റെ ബർത്ത്ഡേക്ക് മിക്കപ്പോഴും അവൻ എറണാകുളത്താവും. പക്ഷേ ഈ ബർത്ത്ഡേക്ക് അവൻ നാട്ടിലുണ്ട്. അവൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ ബർത്ത്ഡേക്കും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. ഈ ബർത്ത്ഡേക്ക് അവൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു. ദൂതു ആണെങ്കിൽ അവൻ വരുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ക്യാൻഡിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്ന് പൊള്ളി. കൈ പൊള്ളിയപ്പോൾ ഞാൻ ദൂതുവിനെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ട് അവൻ ഓടി. അങ്ങനെ അവൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആ ക്യാൻഡിലൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഏട്ടൻ എത്തുമ്പോഴത്തേനും അത് കത്തിച്ചാൽ മതിയല്ലോ. ക്യാൻഡിലൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാനും ദൂതുകൂടെ കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്ക് കണ്ടതും ദൂതു ഹാപ്പിയായി. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അന്ന് അവൻ എറണാകുളത്ത് പഠിക്കാൻ പോകാൻ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവൻ ആകെ സങ്കടമായി കരഞ്ഞു കേട്ടോ. മിണ്ടാതിരിക്കണമെന്ന് പറയണതിൻ്റെ ഇടയിലായിരുന്നു ഏട്ടൻ വന്നത്. അപ്പോഴത്തേനും ക്യാൻഡിൽ കത്തിച്ചിട്ടുമില്ല, അവനാണെങ്കിൽ എത്തുകയും ചെയ്തു. പിന്നെ ആകെ ഒരു ടെൻഷനായിരുന്നു, എന്താവുമെന്ന് അറിയില്ല, ഫ്ലോപ്പ് ആവുമെന്ന് പേടിച്ചു ഞാൻ. പിന്നെ അമ്മ ഹെൽപ്പ് ചെയ്ത് ക്യാൻഡിലൊക്കെ കത്തിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് ടൈമിൽ പോപ്പർ പൊട്ടിയില്ല. ഇത് മനസ്സിൽ കണ്ട ഞാൻ ആദ്യമേ ഈ പ്ലാന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചെയ്യേണ്ടിയും വന്നു. പാടി ലാസ്റ്റ് ഞാൻ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കണ്ട് ചേച്ചി കരഞ്ഞു, ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞു, അമ്മ കരഞ്ഞു. അങ്ങനെ എല്ലാവരും ആനന്ദാശ്രു പൊഴിച്ചു. അവൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അവൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചെത്തുമ്പോഴത്തേനും ഇതെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നടന്നു എല്ലാം. അപ്പോൾ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ടാറ്റാ.